ഹായ്, എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് പ്രോഡിനറ്റിൽ ആഡ് ചെയ്യുന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ ഞാൻ വന്നിട്ടുണ്ട്. പ്രൊഡക്ട്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പേജിൽ വന്നു. ഓൾറെഡി നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഞാൻ ആഡ് പ്രൊഡക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ നമുക്ക് ആദ്യം കൊടുക്കണം. ആസ് ഐ സെഡ്, ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സാരിയാണ്. ഡിസ്ക്രിപ്ഷൻ നമുക്ക് ക്രിയേറ്റീവായിട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് ഇമോജീസോ അങ്ങനത്തെ കൊടുക്കാം. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ടൈറ്റിലിൽ ഡിഫോൾട്ടായിട്ടുള്ള കൊടുക്കാനേ തന്നെ പറ്റുള്ളൂ. ഇതിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇത് കണ്ടോ, ഹെഡിങ് ടൈപ്പ് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം. എന്തെങ്കിലും വേറെ എന്തെങ്കിലും അഡീഷണൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. കാറ്റഗറി ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നില്ല, പിന്നീട് ഞാൻ സെലക്ട് ചെയ്യാം. പ്രൊഡക്റ്റ് ഇമേജ് തന്നെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ജനറൽ പ്രൊഡക്റ്റ് ആണ്, ഗൂഗിളിൽ നിന്നൊക്കെ തപ്പിയിൽ ഇമേജ് കിട്ടുന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വെബിൽ നിന്നുള്ള ഇമേജസ് ഒക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളെ സ്പെസിഫിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് സെർച്ചിൽ വരാത്തത്. ഞാൻ ഇമേജ് ആഡ് ചെയ്യുന്നു. സാരി, ഞാൻ വളരെ പെട്ടെന്ന് ഇമേജിനോടനെ ആഡ് ചെയ്യാം. ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. സ്വൈപ്പ് ചെയ്താൽ അടുത്ത ഇമേജിലേക്ക് പോകും. ഓക്കെ, എന്തെങ്കിലും പ്രൊഡക്റ്റ് റിലേറ്റഡ് വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടെ കൊടുക്കാം. പ്രൊഡക്റ്റ് പേജിൽ അതും കൂടെ കാണിക്കും. ഇതിൻ്റെ പ്രൈസും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. പ്രൈസ് ഇതിൻ്റെ ഉള്ളത് 1,999 ആണ്. 1,999 ആണ് വിൽക്കുന്നത്. 2,500 രൂപയാണ് MRP. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗ്യാപ്പിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ ഈ ഇത് എന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കാണിക്കും. കുറച്ച് നമ്മൾ കാണിച്ചു തരാം. കോസ്റ്റ് പെർ ഐറ്റം, ഈ പ്രൊഡക്റ്റ് നമുക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കാം. അത് പ്രോഫിറ്റ് കാൽക്കുലേഷൻ ഹെൽപ്പ് ചെയ്യും. പ്രൊഡക്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സാരി നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 1,500 അല്ലെങ്കിൽ 1,200 വിചാരിക്കാം. അതിൻ്റെ കൂടെ നമ്മളൊരു കോസ്റ്റും കൂടെ, പാക്കിങ്ങിൻ്റെ കോസ്റ്റും ഓപ്പറേഷൻസ് കോസ്റ്റൊക്കെ കൂട്ടിയിട്ട് ഒരു 100 രൂപ കൂടെ കൂട്ടി 1,300 രൂപയ്ക്കാണ് നെറ്റ് ഇതിൻ്റെ കോസ്റ്റ് എന്നുണ്ടെങ്കിൽ 1,300 ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇത് നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് 700 രൂപയുടെ അടുത്താണ്. അപ്പോൾ ഇത് ഓരോ ക്വാണ്ടിറ്റി സെയിൽ ചെയ്യുന്നതനുസരിച്ച് ഈ എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ സെല്ലർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, കസ്റ്റമർക്ക് ഇതൊരു തരത്തിലും റിവീൽ ആവില്ല. പിന്നെ ഇൻവെന്ററി ആണ്. സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്, നിർബന്ധമില്ല. പ്രോഡക്റ്റിന് വെയിറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, നിർബന്ധമില്ല. അതിപ്പോൾ ചില ഷിപ്പിംഗ് സർവീസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ പ്രയോറിറ്റി ആണ്. ഇപ്പോൾ നമുക്കൊരു 20-25 പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് നമ്മുടെ സ്റ്റോറിൽ വെബ്സൈറ്റിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏത് കാണിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഏത് കാണിക്കണം, അല്ലെങ്കിൽ ആദ്യത്തെ 5 കാണിക്കണം എന്നുള്ളത് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിവിടെ 1 കൊടുക്കുന്നു. പിന്നെ പാക്കേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഡിഫോൾട്ട് കൊടുക്കണമെന്നില്ല, നിർബന്ധമല്ല. പിന്നീട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, ഇമേജ് കൊടുത്തു, പ്രൈസ് കൊടുത്തു. ഞാൻ സേവ് ചെയ്യുന്നു. ബൂം, നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറിൽ വരാം, നമുക്ക് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, പ്രൊഡക്റ്റ് റെഡി. 2,500 രൂപേനെ ക്രോസ് ചെയ്തിട്ട് 1,999 മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് 20% ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, നാളെ ഈ പ്രൈസ് ഞാൻ കൂട്ടുകയാണ്. പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ പ്രൊഡക്റ്റ് പേജിൽ വന്നു, ഓപ്പൺ ചെയ്യുന്നു. ഈ പ്രൈസ് ഞാൻ കൂട്ടിയിട്ട് 1,899 ആക്കിയെന്ന് വിചാരിക്കും. കുറച്ചുകൂടെ ഡിസ്കൗണ്ട് കൊടുത്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ആരെങ്കിലും കസ്റ്റമർ വന്നിട്ട് സൈറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ 20 എന്നുള്ളത് അപ്പോൾ തന്നെ മാറും. കണ്ടോ, 24 ആയി. ഇത് റിയൽ ടൈം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ബാക്കിയുള്ള പ്രോഡക്റ്റ് കൂടെ ക്വിക്കായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഞാൻ പ്രൊഡക്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റ്സോളം എടുക്കുള്ളൂ. നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ
1 മിനിറ്റോളം എടുക്കുള്ളൂ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട്. ബേസിക്കായിട്ട് മെയിനായിട്ട് വേണ്ടത് പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഇമേജ്, പ്രൈസ്, MRP. ഇതാണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് വേണ്ടത്. ഇതുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട്. ഈസി ആയിട്ട് മൊബൈലിലും ചെയ്യാം, ലാപ്ടോപ്പിലും ചെയ്യാം. ഈ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തിരിക്കുന്നത് മൊബൈലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇത് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനും പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനും പ്രൊഡക്റ്റ് ഇമേജ് ആഡ് ചെയ്യാനും എല്ലാം മൊബൈലിലൂടെയും പറ്റും. സിസ്റ്റം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പ്രൊഡക്റ്റ് നമുക്ക് ഈ രീതിയിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സൽ വഴിയായിട്ടും നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഒറ്റ ക്ലിക്കിൽ എല്ലാ പ്രൊഡക്റ്റും എക്സൽ ആയിട്ട് എക്സ്പോർട്ട് ആവുകയും ചെയ്യും. ഇമ്പോർട്ട് ഫ്രം എക്സൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സാമ്പിൾ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ആ ഫയലിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 1 ക്ലിക്കിൽ നമുക്ക് എത്ര പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും അത് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ പ്രൊഡക്റ്റിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്വിക്ക് പ്രോ പാനലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈസ് നമുക്ക് എല്ലാത്തിനും പെട്ടെന്ന് ഒരു 10% കുറയ്ക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒറ്റ ക്ലിക്ക് ചെയ്താൽ അത് മാറ്റാൻ പറ്റും. ഓരോ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ടും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. സോ നമ്മളെ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം.